വ്രതശുദ്ധിയുടെ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത്. കാപ്പ് കെട്ടി 9 ദിവസത്തെ വ്രതമെടുത്ത് പൊങ്കാലയിടുന്നവരുണ്ട്. അല്ലെങ്കിൽ 7 ദിവസം, 5 ദിവസം, 3 ദിവസം, ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തെ വ്രതമെങ്കിലും എടുത്തു വേണം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയിടാൻ. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കു വേണമെങ്കിലും ആറ്റുകാൽ പൊങ്കാലയിടാവുന്നതാണ്. മനഃശുദ്ധി ശരീരശുദ്ധി പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നിങ്ങൾ എത്ര നാൾ വ്രതമെടുക്കുന്നു എന്നതിലല്ല, എത്രമാത്രം ഭക്തിയോടും ശുദ്ധിയോടും കൂടി വ്രതമെടുക്കുന്നു എന്നതിലാണ് അതിൻ്റെ കാര്യമിരിക്കുന്നത്. നമ്മുടെ ഒരാഗ്രഹം വെറുതെ പോയി പൊങ്കാലയിടുകയല്ല വേണ്ടത്. സാധിച്ചു കിട്ടേണ്ടുന്ന ഒരാഗ്രഹം പൂർണ്ണമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആറ്റുകാലമ്മയുടെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ പൊങ്കാലയിടുവാൻ വേണ്ടിയിട്ട്. ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിന് മുൻപ് ആറ്റുകാൽ ദേവീക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ളതാണ് അതിൻ്റെ ചിട്ട. വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അത് സാധിച്ചില്ല എന്ന് വരും. അങ്ങനെയുള്ളവർ അമ്മയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പറയണം. ക്ഷേത്രത്തിൽ പോയോ അങ്ങനെയല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിലോ നമുക്ക് പൊങ്കാലയിടാവുന്നതാണ്. പൊങ്കാലയിടാൻ പുതിയ മൺകലം, പുതിയ ഡ്രസ്സ് ഇവയൊക്കെ വേണമെന്നൊരു നിർബന്ധമുണ്ടെങ്കിലും നമ്മുടെ സ്ഥിതിഗതികൾക്ക് അനുസരിച്ചാണ് ഓരോന്നും. ഞാൻ വീണ്ടും പറയുന്നു, ശുദ്ധമായ മനസ്സും ഭക്തിയുമാണ് ഏറ്റവും ഇവിടെ പ്രാധാന്യം. തെരളി, മണ്ടപ്പുറ്റ്, ശർക്കര പായസം, പാൽപ്പായസം, അങ്ങനെ പല രീതിയിൽ അമ്മയ്ക്ക് പൊങ്കാലയിടുന്നവരുണ്ട്. 101 കുടം, 51 കുടം, അങ്ങനെ പൊങ്കാലയിടുന്നവരുമുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ വിശ്വാസപൂർവ്വം ഒരാഗ്രഹം അമ്മയുടെ പാദത്തിൽ വെച്ചുകൊണ്ടിടുന്ന പൊങ്കാല തീർച്ചയായും ദേവി സ്വീകരിച്ച് അടുത്ത പൊങ്കാലയ്ക്ക് മുൻപ് അതിനുള്ള ഉത്തരം തന്നിരിക്കും. പൊങ്കാല ഇടുന്നവർ തീർച്ചയായും കിഴക്കോട്ട് നോക്കി പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗണപതി ഒരുക്ക് വെക്കാനും മറക്കരുത്. ഗണപതി ഒരുക്ക് വെച്ച് ആ കറക്റ്റ് സമയത്ത് പൊങ്കാലയടുപ്പിൽ തീ കൊളുത്തി നമ്മൾ പൊങ്കാലയിടണം. പൊങ്കാല തിളച്ചു തൂവുന്നത് കിഴക്കോട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നും, അങ്ങനെയല്ല വടക്കോട്ടാണെങ്കിൽ കുറച്ച് താമസമെടുക്കുമെന്നും, തെക്കും പടിഞ്ഞാറുമാണെങ്കിൽ വളരെയധികം താമസമെടുക്കുമെന്നും, അതിൽ തന്നെ തെക്കാണെന്നുണ്ടെങ്കിൽ ഉടനെ ഒന്നും നമ്മുടെ ആഗ്രഹം സാധിക്കില്ല എന്നുമാണ് പറയുന്നത്. അതിൽ ചില കാര്യങ്ങളുണ്ട്, അത് സത്യം തന്നെയാണ്. പൊങ്കാല തിളച്ചു തൂവുന്ന ദിക്കനുസരിച്ച് തീർച്ചയായും നമുക്ക് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ ആ ഒരു കണക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതിൽ തന്നെ പൊങ്കാല തിളച്ച് മൊത്തത്തിൽ, അതായത് ഒരു പ്രത്യേക ഒരു ദിശയില്ലാതെ 4 ദിശയിലോട്ടും തിളച്ചു തൂവുന്നത് അത്യുത്തമമായിട്ടുള്ള ലക്ഷണമായിട്ടാണ് പറയുന്നത്.